നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ ഈ അടുത്ത് വന്നിരിക്കുന്ന എക്സാം കഴിഞ്ഞ വർഷത്തെ എക്സാം ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ, ഇല്ലെങ്കിൽ അത് ക്രാക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ടെക്നിക്സ് ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കത് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ അടുത്ത് വരുന്ന എക്സാംസ് ആണെങ്കിലും ഒരു 2-3 വർഷത്തെ എക്സാംസിൽ പി എസ് സി ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് റിസർച്ചിങ് ഓൺ ക്വസ്റ്റ്യൻസിൽ റിസർച്ച് ചെയ്യുക എന്നുള്ളതിലുപരി ചോദ്യങ്ങൾ ഒന്ന് റീഫ്രെയിം ചെയ്യുക എന്നുള്ള കാര്യമാണ് അവർ ചെയ്യുന്നത്. അതായത് ഒരു ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ചോദിച്ചു വരിക. അപ്പോൾ അങ്ങനെ റീഫ്രെയിം ചെയ്ത് ഒരു ചോദ്യം തന്നെ ചോദിച്ചു വരുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുതുതായിട്ടൊരു 7-8 ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കടന്നു വരാറുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു റീഫ്രെയിമിങ് ഓഫ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്നുള്ള കാര്യം, ആ ഒരു ഫാക്ടർ അവിടെ പി എസ് സി എക്സാംസിൽ എപ്പോഴും കടന്നു വരാറുണ്ട്. ഒരു സിവിൽ സർവീസ് എക്സാം അല്ലെങ്കിൽ UPSC എക്സാം പോലെയുള്ള എക്സാമിന് കണ്ടുവരാത്തൊരു പ്രവണതയാണിത്. UPSC എക്സാം പോലുള്ള ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺസ് റിപ്പീറ്റിംഗ് ആണെങ്കിലും ഈ വർഷത്തെ സിവിൽ സർവീസിൻ്റെ പ്രിലിംസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ അതിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ചിട്ട് ഒരുപാട് ചേഞ്ചസ്, ക്വസ്റ്റ്യനിലെ ചേഞ്ചസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാത്തുള്ള രീതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ PSCയെ സംബന്ധിച്ചോളം ചോദ്യങ്ങൾ ഒരുപാട്, ഒരു ചോദ്യ പേപ്പറിൽ ഒരു 10, 15, 20 ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു 15 ചോദ്യങ്ങൾ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാൽ കൂടി, മാക്സിമം അത്രയും വന്നാൽ കൂടി ബാക്കിയുള്ള ചോദ്യങ്ങൾ എപ്പോഴും ഒരു റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ റീഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ രീതി മാറ്റി ചോദിക്കുന്ന ഒരു പാറ്റേൺ കണ്ടുവരാറുണ്ട്. ആ രീതി മാറ്റി ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ പാറ്റേൺ കണ്ടുവരുമ്പോഴത്തേക്ക് ആ രീതിയെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. ആദ്യം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടോപ്പിക് വി ആർ കൺസിഡറിങ് ഇൻ ദിസ് വീഡിയോ, ഈ വീഡിയോയിൽ ആദ്യം കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്പാൻഷൻ ഓഫ് നോളജിനേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത്. ഇതിൻ്റെ സിമ്പിൾ ഇതായിട്ട് എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് കാര്യം എന്നുള്ളത്. എക്സ്പാൻഷൻ ഓഫ് നോളജ് അല്ല, ആപ്ലിക്കേഷൻ ഓഫ് നോളജിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് ഒരു 6 മാസം 7 മാസമായിട്ട് PSC പഠിക്കുന്ന ആൾക്കാർ നമ്മുടെ PSCയെ സംബന്ധിച്ചോളം തുടക്കക്കാരാണ്. ഇല്ലെങ്കിൽ 1 വർഷം വരെ PSC പഠിക്കുന്ന ആൾക്കാർ PSCയെ സംബന്ധിച്ചോളം തുടക്കക്കാരാണ്. അപ്പോൾ ഈ ഒരു 12 മാസം എന്നുള്ളൊരു ടൈം ഫ്രെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തുടക്കക്കാരൻ എന്നുള്ള വിളി നമുക്ക് തന്നെ ഒന്ന് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. കാര്യം അത്രയും ലെങ്തി പ്രിപ്പറേഷനാണ് PSCയുടെ. അതിന് പല കാരണങ്ങൾ വന്നേക്കാം. ഒരു പരീക്ഷ വിളിച്ചതിന് ശേഷം ആ പരീക്ഷ വരുന്നത് വരെയുള്ള കാലയളവ്, അതിനുശേഷം ആ ഒരു റാങ്ക് ലിസ്റ്റ് വരാനുള്ള കാലയളവ്, അതിനുശേഷം റിസൾട്ട് വരാനും ജോലിയിൽ പ്രവേശിക്കാനുമുള്ള കാലതാമസങ്ങളെല്ലാം PSC ഉണ്ടായിരുന്ന കാലം തൊട്ടേ നമ്മുടെ കേരള PSCയിൽ ഒരു പ്രത്യേക ശൈലിയിലാണ് പോകുന്നത്. അപ്പോൾ ഇത് മറ്റ് എക്സാംസിനും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ട്. അപ്പോൾ കേന്ദ്ര സർവീസ് എക്സാമിനാണെങ്കിലും അതിൻ്റെ രീതിക്കുണ്ട്. അപ്പോൾ PSCയെ സംബന്ധിച്ചോളം ഈ ഒരു കാര്യം ഉദ്യോഗാർത്ഥികളുടെ ജോലി നേടാനുള്ള വർഷങ്ങൾ ചിലപ്പോൾ കൂട്ടിയെന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു വർഷം വരെ നമ്മൾ തുടക്കക്കാരെന്നുള്ള രീതിയിലിരിക്കുക. ആ ഒരു ടൈമിൽ എപ്പോഴും നമുക്ക് എക്സ്പാൻഷൻ ഓഫ് നോളജിന് തന്നെയാണ് പ്രാധാന്യം. അതായത് കൂടുതൽ അറിവ് നേടുന്നതിന് തന്നെയാണ് പ്രാധാന്യം. നേരെ മറിച്ച് ഈ 1 വർഷം ഇല്ലെങ്കിൽ 1.25 വർഷം എന്നുള്ളൊരു ടൈം കഴിയുമ്പോഴത്തേക്ക്, 1 വർഷത്തിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാം. 1 വർഷം എന്ന് പറഞ്ഞ ടൈം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾ എക്സ്പാൻഷൻ ഓഫ് നോളജിനേക്കാളും കൂടുതൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജിൽ ഫോക്കസ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓഫ് നോളജ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ചോദ്യം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലായിരിക്കണം പിന്നീടുള്ള ശ്രദ്ധ. വീണ്ടും റിവൈസ് ചെയ്യുന്നതിന് പകരം 3-4 മണിക്കൂറുകൾ പുതിയ ചോദ്യങ്ങൾ ഡെയിലി പഠിച്ചു നോക്കുക എന്നുള്ളൊരു കാര്യം, ഇത് എപ്പോഴും ഒരു നമ്മുടെ പുതിയ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്നൊരു കാര്യമല്ല. നേരെ മറിച്ച് ഈ പറഞ്ഞ ഇത്രയും സമയം ആയ സ്റ്റുഡൻസിന് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ റിവിഷൻ എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മറ്റൊരു രീതിയിലോട്ട് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു റാങ്ക് ഫയൽ, ഇത് PSCയുടെ സോഴ്സ് ഫൈൻഡർ എന്ന് പറഞ്ഞ ഒരു സോഡിയാക് PSC തയ്യാറാക്കിയ ഒരു റാങ്ക് ഫയലാണ്. സോഡിയാക് PSCയുടെ ഈ റാങ്ക് ഫയലിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും എന്നുള്ള രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു റാങ്ക് ഫയൽ, ഈ PQ റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ കരിയർ ഗൈഡൻസ് ബ്യൂറോയുടെ ഒരു റാങ്ക് ഫയലുണ്ട്, PQ റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ. ഇതിൽ കൂടുതലും ചോദ്യങ്ങളാണ്. ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങളും കാണാം, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റ് ഫാക്ട്സും കാണാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ ചോദ്യങ്ങളും ഉണ്ടാവും, അതിൻ്റെ മറ്റ് ഫാക്ട്സും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് റിവിഷൻ തുടർന്ന് പോകാവുന്നതാണ്. അപ്പോൾ
ഇത് റിവിഷന് നിങ്ങൾക്ക് സഹായിക്കും. നേരെ മറിച്ചിട്ട് നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് പരിചയപ്പെടാം ഇല്ലെങ്കിൽ അത് ചെയ്യാമെന്നുള്ളൊരു കാര്യവും നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കബിൾ ആക്കി നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും ഒരു അറിയാവുന്ന ചോദ്യങ്ങൾ, അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അറിയാവുന്ന ചോദ്യങ്ങൾ തെറ്റുന്നത് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അറിയാവുന്ന ചോദ്യങ്ങൾ ഒന്നും തെറ്റില്ല എന്നുള്ളൊരു ഇതിൽ നിങ്ങൾക്കൊരു പരീക്ഷയ്ക്കും പോകാനൊക്കില്ല. പക്ഷേ അറിയാവുന്ന ചോദ്യങ്ങൾ തെറ്റുന്നത് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ റിലവൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ചോദ്യങ്ങളിലൂടെ പഠിക്കാമെന്നുള്ളൊരു റിലവൻസ് അത് നിങ്ങൾ പഠിച്ച് കുറച്ചായി എങ്കിൽ നിങ്ങൾ ആ ഒരു രീതി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2025 പരീക്ഷയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാന കാര്യമാണ്. പിന്നെ 2025 പരീക്ഷകളിൽ രണ്ടാമത്തെ കാര്യം ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം. ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിനെ സംബന്ധിച്ച് ഒരുപാട് ട്രോളുകൾ വന്നതാണല്ലേ. ട്രോളുകൾ, ചോദ്യങ്ങളുടെ ലെങ്ത്, ചോദ്യങ്ങളുടെ കഠിനകരമായ അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ട്രോളുകൾ വന്നതാണ് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിനെ സംബന്ധിച്ച്. ലെങ്തി ചോദ്യങ്ങളായിരുന്നു. കാര്യം 1.25 മണിക്കൂർ എന്നുള്ളൊരു ടൈമിൽ ചെയ്ത് തീർക്കാൻ പ്രയാസമുള്ള ചോദ്യങ്ങളായിരുന്നു അത്. ഒരു ഭൂരിഭാഗം സ്റ്റുഡൻസിന്, ഒരു എബോവ് ആവറേജ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിയുള്ള സ്റ്റുഡൻസ്, അങ്ങനെയുള്ള സ്റ്റുഡൻസിന് അത് പറ്റിയേക്കും. പക്ഷേ എങ്കിലും ഒരു ഭൂരിഭാഗം 90% സ്റ്റുഡൻസിനും 1.25 മണിക്കൂർ എന്ന് പറയുമ്പോൾ 75 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റാത്ത പാകത്തിനുള്ള ചോദ്യങ്ങളായിരുന്നു ഡിഗ്രി പ്രിലിംസിന് ഉണ്ടായിരുന്നത്. 100% വാസ്തവമാണ്. അപ്പോൾ ഈ ഡിഗ്രി പ്രിലിംസിന് ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ ഈ 1.25 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കുമ്പോഴത്തേക്ക് അതിലെ പരാതികൾ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണലി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നമ്മളെ സംബന്ധിച്ചുള്ള ആ 75 മിനിറ്റുകൾ കൊണ്ട് ആ ചോദ്യങ്ങളിൽ നമ്മൾ എത്ര ചോദ്യത്തിന് ഉത്തരം എഴുതുന്നോ അതിനനുസരിച്ചുള്ള മാർക്ക് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് പരാതി നമ്മുടെ മൈൻഡിൽ വരാം, ഇല്ല രണ്ടാമത്തെ കാര്യം അവിടെ ആ പരാതിയുടെ ഇടയിലും അത് എഴുതുന്ന ആൾക്കാരുണ്ടാവും. അതിൽ ആ പരാതിയുടെ ഇടയിലും മാക്സിമം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് എഫിഷ്യൻ്റായിട്ട് സമയം മാനേജ് ചെയ്ത് അതിൻ്റെ ഉത്തരങ്ങളിലോട്ട് എത്തുന്ന ആൾക്കാരുണ്ട്. അവരവിടെ സ്കോർ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അവിടെ മനസ്സിലാക്കണം. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അംഗീകരിക്കുന്ന 75 മിനിറ്റ് കൊണ്ട് ഒരിക്കലും ആ ചോദ്യപേപ്പർ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ആ 75 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ചോദ്യത്തിൻ്റെ എണ്ണം കൂട്ടാൻ നമുക്ക് സാധിക്കും. ആ 75 മിനിറ്റ് കൊണ്ട് 1.25 മണിക്കൂർ ഒരു പ്രിലിംസിന്, ഡിഗ്രി പ്രിലിംസിന് വരുമ്പോഴത്തേക്ക് എങ്ങനെ ഇത് ചെയ്ത് തീർക്കാം എന്നുള്ളൊരു കാര്യത്തിൽ ഏറ്റവും പ്രധാനം ആ ഒരു ടൈമിനെ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാത്സ് എന്ന് പറഞ്ഞൊരു ഫാക്ടറാണല്ലേ. ആ മാത്സ് എന്ന് പറഞ്ഞ ഫാക്ടർ നിങ്ങളുടെ ടൈം ഓവറായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാത്സിന് ഒരു അവസാനത്തെ ടൈം അലോട്ട് ചെയ്യുക എന്നുള്ളത്. ഒരു 10 ചോദ്യങ്ങൾ മാത്രമാണ് മാത്സ് ഉള്ളതെങ്കിൽ ആ മാത്സിന് അവസാനത്തെ സമയം അലോട്ട് ചെയ്യുക. ഇപ്പോൾ കാണാറുണ്ട് ഒരു ട്രെൻഡ് പല കോച്ചിങ്സ്, ഇപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ പോയിട്ടുള്ള കോച്ചിങ് സെൻറ്റേഴ്സിലാണെങ്കിലും അവർ പറയാറുള്ളൊരു ട്രെൻഡുണ്ട്. അതായത് മാത്സിൻ്റെ ചോദ്യങ്ങൾ ആദ്യം ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ഡിഗ്രി പ്രിലിംസ് പോലുള്ള അല്ലെങ്കിൽ ഡിഗ്രി മെയിൻസ് പോലുള്ളൊരു എക്സാമിന് നിങ്ങൾ ഒരിക്കലും ആ ഒരു സാഹസത്തിന് മുതിരാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാര്യം ഡിഗ്രി മെയിൻസ് പോലുള്ളൊരു എക്സാമിൻ്റെ മാത്സിൻ്റെ ചോദ്യങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സെക്ഷനാണ് മാത്സ്. ആ ഒരു സാധനം നമ്മൾ ആദ്യം എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് നമുക്കത് സാധിച്ചു എന്ന് വന്നുകൂടാ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി ടൈം കൺസ്യൂമിംഗ് ആയിട്ട് മാറും. കാര്യം ആ തുടക്കത്തിൽ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യനാണ് മാത്സിനുള്ളതെങ്കിൽ ഇതിലൊരു 6 ക്വസ്റ്റ്യന് മാത്രമേ ഉത്തരം കിട്ടിയുള്ളെങ്കിൽ നമ്മൾ ഓൾറെഡി അവിടെ തിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ബാക്കിയുള്ള ചോദ്യങ്ങൾ ചിന്തിക്കാനായിട്ട് തുടങ്ങിയേക്കും. ഈ ഒരു ഫേസ്, ഈ ഒരു 10 ചോദ്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു തിങ്കിങ് ഫേസ്, കാര്യം ആ ചോദ്യങ്ങളിൽ ചിന്തിക്കാനുള്ളൊരു സ്പേസ് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് ഒരു കൂടുതൽ കുട്ടികളിലും കുറഞ്ഞു വന്നെന്ന് വരാം. കാര്യം ആ സമയം പോയി എന്നുള്ളൊരു കാര്യം. ചിലപ്പോൾ നിങ്ങൾ GK ആദ്യം ചെയ്ത് ഇംഗ്ലീഷ് മലയാളം ചെയ്തിട്ട് മാത്സിലോട്ട് പോകുമ്പോൾ വരുന്ന ഒരു സമയത്തേക്കാൾ കൂടുതൽ സമയം ഇവിടെ വന്നു എന്ന് വരാം. പിന്നെ ടൈം മാനേജ്മെൻറ്റിൽ ശ്രദ്ധിക്കാനുള്ള രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം ചെയ്തു പോകുക എന്നുള്ളതും, ആ അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം ചെയ്തു പോകുന്ന ആ ഫേസിൽ നിങ്ങൾ അറിയാൻ വയ്യാത്ത, ചിന്തിക്കാൻ സമയം ആവശ്യമുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ആദ്യത്തെ റൗണ്ട് 3 റൗണ്ടായിട്ട് ഞാനിതിനെ തിരിക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് നോളജ് റൗണ്ട്, രണ്ടാമത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് റൗണ്ട്, മൂന്നാമത്തെ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിമിനേഷൻ റൗണ്ട്. 3 റൗണ്ടുകളായിട്ട് നമുക്ക് തിരിക്കാം. ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് റൗണ്ട്,
നോളജ് റൗണ്ടിൽ അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം ചെയ്യുക. നോളജ് റൗണ്ടിൽ ഉദാഹരണത്തിന് ഒന്നാമത്തെ അറിയില്ല, രണ്ടാമത്തെ അറിയില്ല, മൂന്നാമത്തെ അറിയില്ല, നാലാമത്തെ അറിയില്ല, എട്ടാമത്തെ ചോദ്യമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത്. അത് ഡോണ്ട് വറി, നിങ്ങൾ ആ എട്ടാമത്തെ ചോദ്യം എഴുതുക. ഇത് സാധാരണമാണ് ഒരു പരീക്ഷയ്ക്ക്. പക്ഷേ നിങ്ങൾ പരീക്ഷ തീർന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു OMR ഷീറ്റിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ആ OMR ഷീറ്റ് നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഒരിക്കലും ആ എട്ടാമത്തെ 7 ചോദ്യങ്ങൾ അറിയില്ല എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം പരീക്ഷ തീരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി OMR ഷീറ്റ് നിറയും. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ 7 എഴുതിയില്ല എന്നുള്ളതിനെക്കുറിച്ച് ദുഃഖിക്കാതെ നിങ്ങൾ എട്ടാമത്തെ ചോദ്യം ആൻസർ ചെയ്തു. പിന്നെ 9ഉം 10ഉം അറിയില്ല, പ്ലസ് 11ാമത്തെ ചോദ്യം നിങ്ങൾ ആൻസർ ചെയ്യുക. 11ാമത്തെ ചോദ്യം ആൻസർ ചെയ്ത് അങ്ങനെ രീതിക്ക് പോവുക. അപ്പോൾ ഒരു ഫസ്റ്റ് റൗണ്ട് തീരുമ്പോഴത്തേക്ക് ഒരു GK പാർട്ട് ഇപ്പോൾ 60 ചോദ്യങ്ങളാണ് എങ്കിൽ 60-ൽ 20 എണ്ണം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് കരുതുക. ബാക്കി 40 എണ്ണം നിങ്ങൾക്ക് അറിയില്ല എന്ന് തന്നെ വെക്കുക. GKയിലായിരിക്കും കൂടുതൽ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് പാട് ഫസ്റ്റ് റൗണ്ടിൽ. അപ്പോൾ അങ്ങനെ 20 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു. പിന്നെ നിങ്ങൾ ബാക്കിയുള്ള 40-ൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങളൊരു 20-30 ചോദ്യങ്ങൾ കൂടി ചെയ്തു, 25 ചോദ്യങ്ങൾ കൂടി ചെയ്തു എന്ന് കരുതുക ഉദാഹരണത്തിന്. അപ്പോൾ 20 ചോദ്യങ്ങൾ GKയിൽ നിന്നും 25 ചോദ്യങ്ങൾ ബാക്കിയുള്ള 40-ൽ നിന്നും ചെയ്തു എന്ന് കരുതുക. ആ ഒരു ഫേസിൽ ഒരിക്കലും മാത്സിന് പോലും ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാര്യം ഈ ഒരു ചിന്ത എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ടൈമിനെ അവിടെ ലിമിറ്റ് ചെയ്യും. അപ്പോൾ ടൈമിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഫസ്റ്റ് റൗണ്ട് ചെയ്യാതിരിക്കുക. സെക്കൻഡ് റൗണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ചില ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിച്ചതായിട്ട് നിങ്ങൾക്ക് തന്നെ പല പരീക്ഷകളിലും തോന്നാം. ഫസ്റ്റ് റൗണ്ടിൽ ഉത്തരം കിട്ടാത്ത പലതും രണ്ടാമത് ചെയ്യുമ്പോഴത്തേക്ക്, ആദ്യം തൊട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഉത്തരങ്ങൾ കിട്ടിയതായിട്ട് ബ്രെയിനിൻ്റെ പ്രോസസ്സിങ് കാരണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ കിട്ടിയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് ഈ 45-ൻ്റെ കൂട്ടത്തിൽ ഒരു 20 ചോദ്യങ്ങളും കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് കരുതുക. ആ 20 ചോദ്യങ്ങളിൽ കുറച്ച് ആലോചിച്ച് ചെയ്യാവുന്ന മാത്സ് ചോദ്യങ്ങളും കൂടി വരാം. പിന്നെയും മാത്സിനെ സംബന്ധിച്ചുള്ള ഒരു 3-4 ചോദ്യങ്ങൾ, 3 ചോദ്യങ്ങൾ, 2 ചോദ്യങ്ങൾ വരെ വരാം. ചിലവർക്ക് ഇല്ലെങ്കിൽ ചില പരീക്ഷയ്ക്ക് 4 ചോദ്യങ്ങളൊക്കെ വരാം മാത്സിന് ഉത്തരം കിട്ടാത്തത്. അപ്പോൾ ഒരിക്കലും മാത്സിലെ ചോദ്യങ്ങൾ 10-ൽ 6 ചെയ്തുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ഒരു പരീക്ഷയുടെ ഇതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട. കാര്യം മാത്സിലെ ചോദ്യങ്ങൾ 10-ൽ 6 ചെയ്തുള്ളൂ എന്ന് കരുതിയിട്ട് അത് പരീക്ഷയുടെ നിങ്ങളുടെ റാങ്കിനെ മുഴുവനായിട്ട് ബാധിക്കണമെന്നില്ല. കാര്യം ചില പരീക്ഷകളിൽ ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾ മാത്സിന് വരാം. അതുപോലെ മാത്സിനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറി വരാം. അപ്പോൾ അത് നിങ്ങളുടെ ടൈം കളയാൻ വേണ്ടിയോ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ കൺഫ്യൂസിങ് ചോദ്യങ്ങൾ. അപ്പോൾ ആ മാത്സിൻ്റെ ആ ഒരു എററിനെ പേടിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് 3ാമത്തെ റൗണ്ടിലോട്ട് വരിക. 3ാമത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു എലിമിനേഷൻ റൗണ്ടാണ്. ഇപ്പോൾ എലിമിനേഷൻ ടെക്നിക്സും കാര്യങ്ങളും നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി പഠിക്കാം. ഒരുപാട് ടെക്നിക്സ് ഉണ്ട് എലിമിനേഷന്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി. അപ്പം ഈ ഒരു എലിമിനേഷൻ റൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. നിങ്ങൾ ആദ്യത്തെ 2 റൗണ്ടിൽ ഈ ABCD എന്ന് പറയുന്നതിൽ തെറ്റായിട്ടുള്ള 2 എണ്ണം വെട്ടിയിട്ടുണ്ടാവണം കുറേ ചോദ്യങ്ങൾക്ക്. ആ തെറ്റായിട്ടുള്ള വെട്ടിയിട്ടുള്ള ആ ഒരു ചോദ്യങ്ങൾ നിങ്ങളിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്ന ഉത്തരം എഴുതുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്കി കുത്താനായിട്ട് സാധിക്കും. കറക്കി കുത്താനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ 65 ചോദ്യങ്ങളാണ് ആദ്യത്തെ 2 റൗണ്ടിൽ, ആദ്യത്തെ റൗണ്ടിൽ ഒരു 45, രണ്ടാമത്തെ റൗണ്ടിൽ ഒരു 20 വെച്ചിട്ട് ഒരു 65 ചോദ്യങ്ങളാണ് ചെയ്തതെന്ന് കരുതുക. ഇനിയും ബാക്കി നിങ്ങൾക്ക് ഒരു 20-25 ചോദ്യങ്ങൾ ചെയ്താലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലോട്ട് വരുന്ന രീതിയിലുള്ളൊരു പരീക്ഷയാണെങ്കിൽ. ക്ലിയർ ആണോ? അപ്പോൾ 20-25 ചോദ്യങ്ങൾ കൂടി ചെയ്താലേ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരുവുള്ളൂ എന്ന് നിങ്ങൾക്ക് ആ പരീക്ഷ പേപ്പർ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ 20-25 ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എലിമിനേഷൻ ട്രിക്സ് ഉപയോഗിക്കാം. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് വെക്കുക. ആദ്യത്തെ 2 റൗണ്ടിൽ തന്നെ ഇപ്പോൾ ഉത്തരം അറിയാത്ത ചോദ്യത്തിൻ്റെ 2 ഓപ്ഷൻസ് വെട്ടി വെക്കുക. 2 ഓപ്ഷൻസ് ഏതെങ്കിലും ഒരു 2 ഓപ്ഷൻസ് അല്ല, ഉത്തരം വരാൻ സാധ്യതയില്ലാത്ത 2 ഓപ്ഷൻസ് വെട്ടി വെക്കുക. അങ്ങനെ വെട്ടി വെച്ച ശേഷം നിങ്ങൾ ഈ ലാസ്റ്റ് റൗണ്ടിലോട്ട് വരിക. ലാസ്റ്റ് റൗണ്ടിൽ ഈ ഒരു ചെയ്ത ചോദ്യങ്ങൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ഈ ഒരു ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ഈ ചെയ്യേണ്ട ഒരു 25 ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ 20 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യമുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങളൊരു ടെക്നിക്ക്, ഒരു പ്രോബബിലിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ചാൻസിൻ്റെ ഒരു ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കുക. അതായത് നിങ്ങൾക്കിനി ബാക്കി 65 പോയിട്ട് ബാക്കി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എത്ര ചോദ്യങ്ങളാണ്? 35 ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഈ 35-ൽ ഏറ്റവും ബെസ്റ്റ് 20 ചോദ്യങ്ങൾ, ഈ 35-ലെ ഏറ്റവും ഉത്തരം കിട്ടാൻ ചാൻസ് ഉള്ള 20 ചോദ്യങ്ങൾ നിങ്ങൾ ടിക്ക് ചെയ്യുക. അവിടെ സാധാരണ എല്ലാം വേറെ രീതിയിലാണ് ടിക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് മറ്റൊരു അടയാളം ഇട്ട് ടിക്ക് ചെയ്യുക. ആ ഒരു 20 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ആ 20 ചോദ്യങ്ങൾക്ക് പക്ഷെ ഒരു കാര്യം ഉണ്ടാവണം, നിങ്ങൾ 2 ഓപ്ഷൻസ് വെട്ടിക്കളയാൻ പറ്റിയ ചോദ്യങ്ങളായിരിക്കണം നിങ്ങൾ ചെയ്യുന്നത്. ഇതിൽ 50% സാധ്യതയുണ്ട് ഒരു ഉത്തരം ശരിയാകാനായിട്ട്. ഒരു ഉത്തരം തെറ്റാനായിട്ട് 50% സാധ്യതയുണ്ട്. കാര്യം 2 ഓപ്ഷൻസ് വെട്ടിക്കളഞ്ഞു. ആ 2 ഓപ്ഷൻസ് ഒരിക്കലും വരാൻ തീരെ സാധ്യതയില്ല, 5% പോലും സാധ്യതയില്ല.
അപ്പോൾ അതിൻ്റെ ആ സാധ്യത നമ്മൾ കളഞ്ഞു, നള്ളിഫൈ ചെയ്തിട്ട് ബാക്കി 50% സാധ്യത ബിയും സിയും വരാൻ, എയും ഡിയും നമ്മൾ വെട്ടിക്കളഞ്ഞു, ബിയും സിയും വരാൻ 50-50 ചാൻസ് ആണ് ഉള്ളതെന്ന് ഇരിക്കട്ടെ. ആ 50-50 ചാൻസ് വരുമ്പോഴത്തേക്ക് അതിലൊരെണ്ണം അറ്റംപ്റ്റ് ചെയ്യുക. അതിൽ നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്ന അറ്റംപ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു 5 എണ്ണം ശരിയാവുകയുള്ളൂ. ക്ലിയർ ആണോ? 10 ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ 5 എണ്ണമേ ശരിയാവുകയുള്ളൂ, 5 എണ്ണം തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ 5 ചോദ്യം ശരിയും 5 ചോദ്യം തെറ്റ്. 5 ചോദ്യം ശരിയാകുമ്പോഴത്തേക്ക് നമുക്ക് 5 മാർക്ക് കിട്ടുകയാണ്. 5 ചോദ്യം തെറ്റുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കുറയുന്ന മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാർക്ക് പോലും കുറയില്ല, 1.66 മാർക്കായിരിക്കും കുറയുന്നത്. അപ്പോൾ 5 ശരിയും 1.66 തെറ്റ്, ചുരുക്കത്തിൽ ഒരു 3.33 മാർക്ക് കൂടുതൽ കിട്ടുകയാണ് നമ്മൾ ഈ 10 ചോദ്യങ്ങൾ ചെയ്യാതിരുന്നാൽ കിട്ടുന്നതിനേക്കാൾ 3.33 മാർക്ക് കൂടുതൽ കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും, അപ്പോൾ ഈ ചെയ്യുന്നതെല്ലാം തെറ്റിപ്പോയാലോ എന്ന്. ചെയ്യുന്നതെല്ലാം തെറ്റിപ്പോകുന്ന ഒരു കേസിൽ നമ്മുടെ അറിവ് തന്നെയാണ് അവിടെ പ്രാധാന്യമായിട്ട് വരുന്നത്. നേരെ മറിച്ച് നമുക്ക് ആ ഒരു എക്സാം നമുക്ക് കിട്ടണം, ആ എക്സാമിന് കിട്ടിയേ മതിയാകൂ എന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കണം. എപ്പോഴും റിസ്ക് വിൽ ബി റിവാർഡഡ്. റിസ്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് റിവാർഡ് വരുന്നത്. ഓക്കെ, നമ്മൾ റിസ്ക് ഇല്ലാതെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് റിവാർഡ് പലപ്പോഴും കുറവായിരിക്കും. അപ്പോൾ ആ റിസ്ക് നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് നെഗറ്റീവ് നിങ്ങൾക്ക് വരുമെന്നുള്ളൊരു ശങ്ക നിങ്ങൾക്ക് ഉണ്ടാവുമെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ നോളജ് കൂട്ടുക എന്നുള്ളതാണ് പ്രധാനം. അതിനകത്ത് മറ്റാർക്കും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ നോളജ് കൂട്ടിയിട്ട് ആ എക്സാമിന് ചെല്ലുക എന്നുള്ളതാണ്. നിങ്ങൾ നോളജ് കൂട്ടിയിട്ടാണ് എക്സാം ഹാളിൽ ചെല്ലുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസ്ക് എടുത്ത് ചെയ്യാം. എന്നിട്ട് റിസ്ക് എടുത്ത് ചെയ്തിട്ട് വരുന്ന നെഗറ്റീവ് നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് വരും. എന്തുകൊണ്ടാണ് നെഗറ്റീവ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പരീക്ഷ പേപ്പറിൽ നിങ്ങൾക്ക് ഒരു 15 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് അബ്നോർമൽ അല്ല, അല്ലെങ്കിൽ 18 നെഗറ്റീവ് വരെ വന്നു കഴിഞ്ഞാൽ അത് അബ്നോർമൽ അല്ല. ഒരു 25-ഉം 23-ഉം നെഗറ്റീവൊക്കെ വരുമ്പോഴാണ് അത് അബ്നോർമലായിട്ട് മാറുന്നത്. പക്ഷേ ഇതും അബ്നോർമൽ ആയിട്ടുള്ള എക്സാംസ് വരും. അത് ഇപ്പോഴാണ് ഒരു 80 കട്ട് ഓഫ് വരുന്ന എക്സാമിൽ 15 നെഗറ്റീവ് വരാൻ പറ്റില്ല. ക്ലിയർ ആണോ? ഇല്ലെങ്കിൽ ഒരു 82 വരെ കട്ട് ഓഫ് വരുന്ന പരീക്ഷയ്ക്ക് 15 നെഗറ്റീവ് വരാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യമുണ്ട്, ആ ചോദ്യപേപ്പർ അത്രയും സിമ്പിൾ ആയിരിക്കും. ക്ലിയർ ആണോ? കട്ട് ഓഫ് കുറയുന്ന ഒരു 60-ലോട്ട് വരുന്ന പരീക്ഷ പേപ്പറിൽ, 60-65 കട്ട് ഓഫ് വരുന്ന പരീക്ഷ പേപ്പറിൽ നിങ്ങൾക്ക് ഒരു 15 നെഗറ്റീവ് 17 നെഗറ്റീവ് ഒക്കെ നിങ്ങൾക്ക് വരാം. അപ്പോൾ ഒരിക്കലും നെഗറ്റീവ് 10-ൽ താഴെ വരാവുള്ളൂ എന്നുള്ളൊരു വാശിയിൽ നമ്മൾ അവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസ്ക് കൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്കവിടെ നഷ്ടം വരുന്നു. ക്ലിയർ ആണോ? ഒരു സേവിങ്സ് അക്കൗണ്ട്, ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, സേവിങ്സ് അക്കൗണ്ടിൽ ഒരു 3-3.5% നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഒരു FD-യിൽ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. നേരെ മറിച്ച് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ്ലി റിസ്ക് കുറഞ്ഞൊരു മ്യൂച്വൽ ഫണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 12% റിട്ടേൺ കിട്ടും. അപ്പോഴും അവിടെ വരുന്ന ആ ഫാക്ടർ എന്ന് പറഞ്ഞാൽ റിസ്ക് എന്ന് പറഞ്ഞ ഫാക്ടറാണ് വരുന്നത്. ഈ സേവിങ്സ് അക്കൗണ്ടിനേക്കാളും കുറച്ചുകൂടി നമ്മൾ ബുദ്ധിപരമായിട്ട് നമ്മൾ FD-യിലോട്ട് മാറ്റി. FD-യിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടിലോട്ട് പോകുമ്പോൾ വരുന്ന ഫാക്ടർ റിസ്ക് ആണ്. ആ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴത്തേക്ക് റിട്ടേൺസ് അതനുസരിച്ച് കൂടും. അപ്പോഴും റിസ്ക് എന്ന ഫാക്ടർ അവിടെ ഉണ്ട്, അതിനുകൊണ്ട് നെഗറ്റീവ് ഫലങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മുടെ പരീക്ഷയിലും ഇതേ ഫാക്ടർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ 2025-ലെ പരീക്ഷകളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനം നമ്മൾ ആ റിസ്ക് എടുക്കാനുള്ള റെഡിയാകുക, അതേപോലെ ആ ഒരു എക്സാമിന് നമ്മൾ ഒരു പ്രാക്ടിക്കൽ നേച്ചറിൽ നിങ്ങൾ ആ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക എന്നുള്ള കാര്യം, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന കാര്യം. അപ്പോൾ എക്സാമിനെ സംബന്ധിച്ചുള്ള ടൈം മാനേജ്മെൻറ്റ് കഴിഞ്ഞു, നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്ന കാര്യം കഴിഞ്ഞു, അതേപോലെ റിസ്ക് എടുക്കുക എന്നുള്ള കാര്യം കഴിഞ്ഞു. 4-മത്തെ കാര്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കാര്യമാണ്. സ്ട്രെസ് മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കി അല്ലെങ്കിൽ മറ്റ് സോഴ്സുകളിൽ നോക്കി യൂട്യൂബിൽ നോക്കിയൊക്കെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. റെഗുലറായിട്ട് എക്സസൈസും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നവർക്ക്, അല്ലെങ്കിൽ ബോഡി നല്ല രീതിയിൽ മൂവ് ആകുന്നവർക്ക് ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി കുറവായിരിക്കും. അതൊരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ബോഡി മൂവ്മെൻറ്റ് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിപ്രഷൻ കുറവായിട്ട് വരും. നമ്മുടെ ഡിപ്രഷൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ക്ലിനിക്കൽ ഡിപ്രഷൻ എന്നൊരു വാക്കിലോട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സാഡായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ സ്ട്രെസ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ ബോഡി ആക്റ്റീവ് ആണെങ്കിൽ ആ സ്ട്രെസ് ഹോർമോൺസ് ഓട്ടോമാറ്റിക്കലി കോർട്ടിസോൾ പോലത്തെ ഹോർമോൺസ് നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യുന്നത് കുറഞ്ഞു വരും. നമ്മൾ കൂടുതൽ ബോഡി എക്സസൈസ് ആണ്, ബോഡി ആക്റ്റീവ് ആണ്, യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്ട്രെസ് ഹോർമോൺസ് കുറഞ്ഞു വരും. ഹാപ്പിനെസ്സും കാര്യങ്ങളും കൂടുതലായിട്ട് ഇൻജെക്റ്റ് ചെയ്യും ശരീരത്തിൽ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ബോഡി ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ള കാര്യം. പിന്നെ എക്സാമിൻ്റെ ടൈമിൽ കൂടുതൽ മൈൻഡ് ഫ്രീ ആക്കാനായിട്ട് വിടുക എന്നുള്ള കാര്യമുണ്ട്. പിന്നെ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം ഉണ്ട്, KS-ൻ്റെ എക്സാംസ് വരുന്നുണ്ട്, അതേപോലെയുള്ള എക്സാംസ്. പിന്നെ അതേപോലെ ജൂനിയർ ലാബസിൻ്റെ എക്സാം വരുന്നുണ്ട്. ഈ ലാബസിൻ്റെ എക്സാമിനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കഴിഞ്ഞ എക്സാംസിന് സംഭവിച്ച തെറ്റുകൾ എന്താണെന്നുള്ളത് നിങ്ങളൊരു ഇതിൽ എഴുതി വെക്കുക. ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം.
ക്ലിയർ ആണോ? ഇപ്പോൾ അതാണ് അവസാനം പറയാനുള്ള കാര്യം. അവസാനം പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുക്കുക, നിങ്ങൾ കഴിഞ്ഞ എക്സാമിന് പറ്റിയ മിസ്റ്റേക്സ് ഒരു 10 മിസ്റ്റേക്സ് എഴുതി വെക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമുകൾക്ക് പറ്റിയൊരു 10 മിസ്റ്റേക്സ് അത് എഴുതി വെച്ച ശേഷം നിങ്ങൾ അത് റെക്ടിഫൈ ചെയ്യുക. കാര്യം മിസ്റ്റേക്സ് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ്. മിസ്റ്റേക്സ് വരും, മനുഷ്യരാകുമ്പോഴത്തേക്കും മിസ്റ്റേക്സ് വരും. പരീക്ഷ കിട്ടാൻ താമസിച്ചു എന്ന് വരും, പരീക്ഷയിൽ കിട്ടിയില്ലെങ്കിൽ എന്ന് വരും, നമുക്ക് മറ്റൊരു പ്രൈവറ്റ് ജോലിയിലോട്ട് മാറേണ്ടി വരും. ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി എക്സ്പെക്ട് ചെയ്യാം. ഫ്യൂച്ചറും പാസ്റ്റും നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. ഫ്യൂച്ചർ നമ്മുടെ കൺട്രോളിലല്ല, പാസ്റ്റ് നമ്മുടെ കൺട്രോളിലല്ല. ഈ രണ്ട് ടെൻസുകൾ നമ്മുടെ കൺട്രോളിലല്ലാത്ത ടെൻസാണ്. പ്രസന്റ് ടെൻസിലുള്ള പ്രവൃത്തി മാത്രമാണ് നമ്മുടെ കൺട്രോളിൽ വരുന്നത്. പ്രസന്റ് ടെൻസിലുള്ള പ്രവൃത്തിയും ഡിസിഷൻസും, ക്വാളിറ്റി ഓഫ് യുവർ ഡിസിഷൻസ് വിൽ ഡിസൈഡ് യുവർ ഡെസ്റ്റിനി എന്ന് പറയും. അതായത് നമ്മുടെ ഡിസിഷൻസ് എത്ര നല്ല ഡിസിഷനാണോ അതനുസരിച്ചിട്ട് നമ്മുടെ ലൈഫിൽ വ്യത്യാസങ്ങൾ വരും. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മളെ മറ്റൊരു ദിശയിലോട്ട് ജീവിതം കൊണ്ടുപോകും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പഠനം എന്നുള്ള ഒരു ജേണിയിൽ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ മാത്രം ചെയ്യാതെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. എപ്പോഴും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് അറിയാം, ആ സബ്ജക്റ്റ് നിങ്ങൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഒന്നും വരാൻ പോകുന്നില്ല. നമുക്കത് ഗുണമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും ദോഷം ഉണ്ടാവില്ല. കാര്യം ഒരു എക്സാമിൻ്റെ തലേ ദിവസം നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും അയാളുടെ റാങ്ക് ഉയർന്ന് നമ്മൾ താഴ്ന്ന റാങ്കിലോട്ട് പോകുമെന്നുള്ള ചിന്ത പാടില്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് എക്സാമിന് പോകുമ്പോഴത്തേക്ക് ആ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ മറക്കാതിരിക്കും. അപ്പോൾ വെരി ലാസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും ഒരു സ്രോതസ്സിലൂടെ നിങ്ങൾക്ക് മറ്റൊരാളെ പഠിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, ഫ്രീ ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ പഠിപ്പിക്കുക. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾ ആ ഒരു ഫാക്ടർ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ മറ്റൊരാളെ പറഞ്ഞു കൊടുക്കുക, റിവൈസ് ചെയ്യുക, നോട്ട് കീപ്പ് ചെയ്യുക, എക്സാമിലെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസ് ചെയ്ത് പോവുക, അതിൽ സ്ട്രെസ് മാനേജ് ചെയ്യുക, ടൈം മാനേജ് ചെയ്ത് പരീക്ഷകൾ എഴുതി ശീലിക്കുക. പരീക്ഷ എഴുതുമ്പോൾ എപ്പോഴും ആ ഒരു പരീക്ഷയ്ക്ക് ഒരു അലാറം പോലെ ഒരു സാധനം വെച്ചിട്ട് മാത്രം പരീക്ഷ എഴുതുക. അതിനുശേഷം നിങ്ങൾ പരീക്ഷ കണ്ടിന്യൂ ചെയ്യരുത്. 1.5 മണിക്കൂർ പരീക്ഷയാണെങ്കിൽ, ഒരു മെയിൻസിൻ്റെ പേപ്പറാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ 1.5 മണിക്കൂർ ടൈമേ അതിന് അലോട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ എഴുതുന്നത് നിർത്തുക. ആ ഒരു രീതിയിൽ എഴുതി പോവുക. പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു എക്സാം ഹാളിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എഴുതുന്ന പോലെ എഴുതാനുള്ളൊരവസ്ഥ വരും. നിങ്ങൾ ചിന്തിച്ച് നോക്കി, വീട്ടിലിരുന്നൊരു എക്സാം എഴുതുന്ന അതേ രീതിയിൽ എക്സാം ഹാളിൽ എഴുതാൻ പറ്റുന്നൊരവസ്ഥ. ആ ഒരു രീതിയിലോട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കണം. ആ ഒരു രീതിയിലോട്ട് പോകണമെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഫ്യൂച്ചർ ഒരിക്കലും നിങ്ങളുടെ കൺട്രോളിലല്ല. ഒരു എക്സാം നിങ്ങൾക്ക് കിട്ടണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, നിങ്ങൾ അതിനുവേണ്ടി മുഴുവൻ പ്രയത്നിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റിസൾട്ട് നിങ്ങൾക്ക് എതിരെ വരാം, നിങ്ങൾക്ക് ഒപ്പം വരാം. നിങ്ങൾക്ക് എതിരെ വരാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അനുസരിച്ച് വരാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ റിസൾട്ട് ഒരു പർട്ടിക്കുലർ എക്സാമിന് എതിരെ വരാം. ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഒരു 10, 20, 30 പരീക്ഷകൾക്ക് എതിരെ റിസൾട്ട് വന്നേക്കാം എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് ഒരു ദിവസം ഒരു എക്സാമിന് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരുന്നൊരു ദിവസം ഉണ്ടാവും. ആ ഒരു എക്സാമിന് അഡ്വൈസ് വരുന്നൊരു ദിവസം ഉണ്ടാവും. ഈ അഡ്വൈസ് വരുന്ന ദിവസത്തിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി വരും. നിങ്ങൾക്ക് കഴിവുണ്ടെന്നുള്ള കാര്യവും നിങ്ങൾക്ക് ഇത് സാധിക്കുമെന്നുള്ള കാര്യവും ഇനിയും നിങ്ങൾക്ക് പരീക്ഷകൾ എഴുതിയെടുക്കാമെന്നുള്ളൊരു കാര്യത്തിലോട്ടും കാര്യങ്ങൾ വരും. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് എത്തുന്നത് വരെ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ചിലപ്പോൾ അവർ പറയുമായിരിക്കും, ഈ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതിലും പാടാണെന്നൊക്കെ അവർ പറയുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ സിസ്റ്റത്തിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റേതൊരു ലോ ലെവൽ ആയിട്ടുള്ള പ്രൈവറ്റ് ജോബുകൾ എന്ന് പറഞ്ഞാൽ ലോ പേയിങ് ആയിട്ടുള്ള പ്രൈവറ്റ് ജോബുകളെക്കാളും വളരെ ബെറ്റർ ആയിരിക്കും ഈ ഒരു ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത്. എന്ത് കാരണവശാലും ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് എക്സാമിന് പോകുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇനിയും ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ആയിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. വീഡിയോ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും, ഓരോ കമൻറ്റും, ഓരോ ലൈക്കും എനിക്കുള്ള പ്രചോദനമായിരിക്കും. ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോഴത്തേക്ക് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അനുസരിച്ച് 2025 ഇനി അങ്ങോട്ടുള്ള എക്സാംസ് എല്ലാം നേരിടുക. മുന്നോട്ട് തന്നെ പോവുക. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള കാര്യം ചിന്തിക്കാതെ മുന്നോട്ട് തന്നെ പോവുക. ഒരു നേരം 1 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കുക, ഇതെനിക്ക് പഠിക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഞാൻ പഠിക്കുക തന്നെ ചെയ്യുമെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ദിസ് വിഷ്ണു സൈനിങ് ഓഫ്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.